ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 12ാമത്തെ ദശകമാണ് നോക്കാനുള്ളത്. 12ാമത്തെ ദശകം വരാഹാവതാരം വർണ്ണിക്കുന്ന ദശകമാണ്. നമ്മൾ ഹിരണ്യാക്ഷന് ഏതൊക്കെ രീതിയിലാണ് ആ ആസുരികത പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നിരുന്നത് എന്ന് കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. ഇനിയും അത് എങ്ങനെ ഭഗവാന്റെ അവതാരത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് അതിലെ ആദ്യത്തെ ശ്ലോകം നോക്കാം. സ്വായംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. ഇവിടെ ഈ 12ാമത്തെ ദശകത്തിൻ്റെയും ട്യൂണ് നമ്മൾ തൊട്ട് മുൻപുള്ള ദശകത്തിൽ പറഞ്ഞതുപോലെ ഏവമാണ്. 6ാമത്തെ ദശകത്തിൻ്റെ ട്യൂണാണ്. ഇനി നമുക്ക് ഇതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സ്വായംഭുവോ, സ്വായംഭുവ എന്ന് പറഞ്ഞാൽ സ്വയംഭുവനായിട്ടുള്ള, മനുരഥോ, മനുഹു, അഥഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മനുരഥഃ. മനുരഥോ എന്ന് പറഞ്ഞാൽ മനു എന്ന് പറയുന്ന സ്വയംഭുവ മനു. അഥഹ, അഥഹ എന്നാൽ അനന്തരം. അപ്പോൾ ഇവിടെ സ്വയംഭുവ മനുവിൻ്റെ കാലത്തിൽ നിന്നും ഇപ്പോൾ പല ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ഈ ശ്ലോകം വരുമ്പോൾ പറയും. ജനസർഗശീലോ എന്ന് പറഞ്ഞാൽ സർഗം എന്നാൽ സൃഷ്ടിയാണ്. ജനങ്ങളെ സൃഷ്ടിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രജാസൃഷ്ടി ചെയ്തു പോരുന്ന, അതിൽ അങ്ങനെ നിമഗ്നനായിരുന്ന, അതിലും മുഴുകിയിരുന്ന ആ സ്വയംഭുവ മനു. അനന്തരം അല്ലെങ്കിൽ അപ്പോൾ ദൃഷ്ട്വ എന്നാൽ കണ്ടിട്ട്, മഹീമസമയേ, മഹീം അസമയേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മഹീമസമയേ. മഹീം എന്നാൽ ഭൂമിദേവിയെ, അസമയേ അസമയത്ത്, അതായത് കാലം തെറ്റി അല്ലെങ്കിൽ സമയമല്ലാത്ത സമയത്ത്, സലിലേ നിമഗ്ന, സലിലേ എന്നാൽ വെള്ളത്തിൽ, നിമഗ്ന മുങ്ങിപ്പോയത് കണ്ടിട്ട്. അപ്പോൾ ഭൂമിദേവിയെ നമ്മൾ തൊട്ട് മുൻപുള്ള ദശകത്തിൽ പറഞ്ഞു, ഹിരണ്യാക്ഷൻ വെള്ളത്തിൽ മുക്കി വെച്ചു. അതിനുശേഷം ആ വരുണനെ തന്നെയാണ് ആദ്യം യുദ്ധത്തിനായി, പോരിനായിക്കൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ വരുണനാണ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലയോ മഹാനായ അല്ലെങ്കിൽ വളരെ ശൂരനായിട്ടുള്ള, പരാക്രമിയായിട്ടുള്ള മഹാസുരേന്ദ്ര, അങ്ങേക്ക് തുല്യനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ആ അസമയത്ത്, ഇവിടെ അസമയത്ത് എന്ന് പറയാൻ കാരണം സാധാരണ എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ പ്രളയം വരുന്നത് ഒരു കൽപ്പത്തിൻ്റെ അവസാനമാണ്. നമുക്കറിയാം, ഒരു കൽപ്പം എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. അതിൻ്റെ ഒടുവിലാണ് ഈ ഒരു പ്രളയം, നൈമിത്തിക പ്രളയം വരുന്നതും. അതും നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദശകങ്ങളിൽ. ആ സമയത്താണ് എല്ലാം ജലത്തിൽ ആണ്ടുപോകുന്നത്. ഇവിടെ ആകട്ടെ അടുത്ത കൽപ്പം തുടങ്ങിയിരിക്കുന്നു. ആ കൽപ്പത്തിൽ സ്വയംഭുവ മനുത സൃഷ്ടികർമ്മങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അസമയത്താണ്, അതങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു വരികയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം പല മന്വന്തരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണണം. അല്ലെങ്കിൽ ആ കൽപ്പത്തിൻ്റെ തുടക്കമല്ല, അതങ്ങനെ സൃഷ്ടി പ്രാപിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് കാലങ്ങൾ കടന്നു പോയിരിക്കുന്നു. ആ സമയത്ത്, എന്നാൽ കൽപ്പം അവസാനിക്കാറായിട്ടുമില്ല, എന്നിട്ടും അസമയത്ത് ഭൂമിദേവി അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയത് കണ്ടിട്ട് എന്താ സൃഷ്ടാരം എന്നാൽ ബ്രഹ്മാവിനെ, ഇവിടെ സൃഷ്ടാരമാപ എന്ന് പറയുമ്പോൾ സൃഷ്ടാരം ആപ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സൃഷ്ടാരമാപ.
സൃഷ്ടാരം ബ്രഹ്മാവിനെ ആപ എന്നാൽ പ്രാപിച്ചു. ബ്രഹ്മാവിനെ പ്രാപിച്ചു. എന്ത്? ശരണം. ബ്രഹ്മാവിനെ പോയി ശരണം പ്രാപിച്ചു. കാരണം തനിക്ക് ഗുരുവായിട്ടുള്ളതും പിതൃസ്ഥാനീയനായിട്ടുള്ളവനുമാണ് ആ സാക്ഷാൽ ബ്രഹ്മാവ്. ഈ സൃഷ്ടിയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടികർമ്മങ്ങൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഭൂമിദേവി തന്നെ ജലത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് കണ്ടിട്ട് നമുക്കൊക്കെ ഒരു സങ്കടം വരുമ്പോൾ നമ്മളൊക്കെ ഓടിപ്പോവുക അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്കാണ്, നമ്മളെ സൃഷ്ടിച്ചവരുടെ അടുത്തേക്കാണ്. ഇവിടെയും ഈ സ്വയംഭുവ മനുവും ഇത് തന്നെയാണ് ചെയ്തത്. തനിക്ക് സൃഷ്ടികർത്താവായി വർത്തിക്കുന്ന ആ ബ്രഹ്മാവിനെ തന്നെ പോയി ശരണം പ്രാപിച്ചു. ആ ബ്രഹ്മാവാകട്ടെ ഭവദംഘ്രിസേവ തുഷ്ടാശയം. ഭവദംഘ്രിസേവ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അംഘ്രി എന്നാൽ പാദപത്മങ്ങൾ, അങ്ങയുടെ പാദപത്മങ്ങളെ സേവിച്ചുകൊണ്ട്, സേവ ചെയ്തുകൊണ്ട്, തുഷ്ടാശയം വളരെ സന്തുഷ്ടചിത്തനായി കഴിയുന്ന ആ ബ്രഹ്മാവ് എങ്ങനെ? മുനിജനൈ സഹ സത്യലോകേ. മുനിജനൈ സഹ, മുനിജനൈഹി സഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. അതുകൊണ്ടാണ് ആ സ അവിടെ കൂട്ടക്ഷരം വന്നത്. ഇനി ചില ബുക്കുകളിൽ മുനിജനൈഹി അവിസർഗം കൊടുത്ത് സഹ എന്ന് പ്രത്യേകം തന്നെയാവാം എഴുതിയിരിക്കുന്നത്. എൻ്റെ ബുക്കിലൊക്കെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. രണ്ടും ശരിയാണ്. വായിക്കുമ്പോൾ മുനിജനൈ സഹ എന്നാണെങ്കിൽ അവിടെ ആ വിസർഗം എടുത്തു പറയുക, ഇല്ലെങ്കിൽ സ കൂട്ടക്ഷരത്തിൽ തന്നെ വായിക്കുക. അപ്പോൾ മുനിജനൈഹി, മുനിജനൈഹി എന്ന് പറഞ്ഞാൽ മുനിമാരോടു കൂടി, സഹ, സഹ എന്ന് പറഞ്ഞാൽ അവരോട് കൂടി. എവിടെ? സത്യലോകേ, സത്യലോകത്തിൽ അങ്ങനെ മുനിമാരോടുകൂടി ഭഗവാനെ അങ്ങയുടെ പാദസേവ ചെയ്ത് സന്തുഷ്ടനായിരുന്ന ആ ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് സ്വയംഭുവ മനു ഓടിപ്പോയത്, തൻ്റെ ഈ സങ്കടത്തെ പറയാനായിട്ട്. കാരണം താൻ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടികളൊക്കെ ഇപ്പോൾ കഷ്ടത്തിലായിരിക്കുന്നു. ഭൂമിദേവി തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ, അപ്പോൾ അവരുടെ സങ്കടം അവർക്ക് വന്ന് പറയാൻ കഴിയാതെ പോയി. അതിനു മുൻപ് തന്നെ ഹിരണ്യാക്ഷൻ അവരെ, ആ ഭൂമിദേവിയെ തന്നെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. അപ്പോൾ അസമയത്ത് അങ്ങനെ കാലമാകാതെ, പ്രളയത്തിന് കാലമാകാതെ, കൽപ്പാന്ത്യം എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഭൂമിദേവി അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടിട്ട് തൻ്റെ സൃഷ്ടികൾക്ക് ഉണ്ടാകുന്ന ഏതൊരു വിഷമവും തൻ്റെയും കൂടി ദുഃഖമാണെന്ന് കണ്ടിട്ട് ആ സ്വയംഭുവ മനു തനിക്ക് സൃഷ്ടികർത്താവായി വർത്തിക്കുന്ന ആ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ ബ്രഹ്മദേവനാകട്ടെ അപ്പോൾ മറ്റു മുനിമാരോടുകൂടി, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദസേവ ചെയ്ത് ആ മുനിമാരോടൊപ്പം അങ്ങയുടെ പാദസേവ ചെയ്ത് ഉള്ളിൽ ചാരിതാർത്ഥ്യത്തോടുകൂടി തൃപ്തിയായിട്ട് സന്തുഷ്ടചിത്തനായി ഇരിക്കുന്ന സമയത്താണ് സ്വയംഭുവ മനു തൻ്റെ സങ്കടം പറയാനായിട്ട് ഓടി വരുന്നത്. ഇവിടെ ബ്രഹ്മാവ് സന്തുഷ്ടചിത്തനായി ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സ്വയംഭുവ മനു സങ്കടം പറയാൻ ഓടി വരുന്നത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ്. ബ്രഹ്മാവും ദുഃഖിതനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സ്വയംഭുവ മനുവിൻ്റെ ഈ ഒരു സങ്കടത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇവിടെ ഭഗവത് സേവ ചെയ്ത് ആനന്ദ ചിത്തനായിരുന്ന ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പുത്രനായ സ്വയംഭുവ മനുവിൻ്റെ സങ്കടങ്ങളെ വേണ്ട വിധത്തിൽ കേൾക്കുവാൻ ഇപ്പോൾ ബ്രഹ്മാവ് തയ്യാറായിരിക്കുകയാണ്. അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ആ ഒരു അവസ്ഥയിൽ ആനന്ദചിത്തനായിരിക്കുന്ന ബ്രഹ്മാവിന് തൻ്റെ പുത്രനായ സ്വയംഭുവ മനുവിൻ്റെ സങ്കടം കേൾക്കുവാൻ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം താൻ ദുഃഖങ്ങളുടെ ലോകത്തല്ല. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് വലുത്. അവിടെ നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്ക് അല്ലെങ്കിൽ സങ്കടങ്ങൾക്ക് നമ്മുടെ ദുഃഖത്തിനേക്കാൾ വലിയൊരു വില കൽപ്പിക്കാനാവില്ല. എന്നാൽ ദുഃഖങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർ ദുഃഖം പറയാൻ വന്നാൽ നമുക്കത് ചെവിക്കൊള്ളുവാനും കഴിയും, അതിനു വേണ്ട പരിഹാരം നിർദ്ദേശിക്കുവാനും കഴിയും. ഇല്ല എങ്കിലോ നമ്മുടെ ദുഃഖങ്ങളുടെ മുൻപിൽ മറ്റുള്ള ദുഃഖങ്ങളൊക്കെ നിസ്സാരങ്ങളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവിടെ സ്വയംഭുവ മനു തൻ്റെ സങ്കടങ്ങൾ പറയാനായി, തൻ്റെ
പ്രജകളുടെ സങ്കടങ്ങളെ ഉണർത്തിക്കാനായി വരുന്ന ബ്രഹ്മാവ് ഇപ്പോൾ ആനന്ദചിത്തനായി ഇരിക്കുകയായതുകൊണ്ട്, അതായത് ആ കൃത്യമായ ആ സമയത്ത് തന്നെയാണ് അവിടെ സ്വയംഭുവ മനു എത്തിച്ചേരുന്നത്. കാലം തെറ്റിയായിരുന്നുവെങ്കിൽ, അവിടെ സമയം മോശമായിരുന്നുവെങ്കിൽ വേണ്ട വിധത്തിൽ ഗൗനിക്കപ്പെടാതെ പോകുമായിരുന്നു സ്വയംഭുവ മനുവിൻ്റെ ഈ സങ്കടങ്ങളൊക്കെയും. പക്ഷേ ബ്രഹ്മാവിനെ അതിന് ഭഗവാൻ പരിപാകപ്പെടുത്തി ഇരുത്തിയിരിക്കുകയാണ്. കാരണം ആ സങ്കടങ്ങൾ ബ്രഹ്മാവിലൂടെ തൻ്റെ അടുത്തേക്ക് എത്തും എന്ന്, അല്ലെങ്കിൽ ഭഗവാൻ രചിച്ചു വച്ചിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചമാകുന്ന നാടകത്തിലെ രംഗങ്ങൾ അത് അങ്ങനെയാണ് പോകേണ്ടത് എന്ന് കലസ്വരൂപനായ ഭഗവാൻ മുന്നേ കൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിനെ തയ്യാറെടുപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. സ്വയംഭൂ മനു സങ്കടവുമായി വരുമ്പോൾ അത് വേണ്ട വിധത്തിൽ കേൾക്കാനും അത് തന്നിലേക്ക് അത് എത്തിക്കാനും, എന്നിട്ട് വേണം തൻ്റെ പ്രിയ പാർഷദനായിരുന്ന ആ ഹിരണ്യാക്ഷനെ നേർക്ക് നേരെയൊന്ന് ചെന്ന് ദർശനം കൊടുത്ത് മോക്ഷത്തെ കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ആസുരിക ഭാവത്തിൽ നിന്ന് മോക്ഷത്തെ കൊടുക്കുവാൻ അതിന് ഭഗവാൻ തയ്യാറെടുക്കുകയാണ്. അതിനുവേണ്ടി ബാക്കിയുള്ള കളമൊരുക്കുക, സാഹചര്യങ്ങളെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മാവ് സന്തുഷ്ടചിത്തനായിരിക്കുകയാണ്. ആ സ്വയംഭുവ മനു തൻ്റെ സങ്കടങ്ങൾ, അസമയത്ത് മുങ്ങിപ്പോയ ഭൂമിദേവിയുടെ തൻ്റെ പ്രജകളുടെ സങ്കടങ്ങൾ ഉണർത്തിക്കാനായി വരുമ്പോൾ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സൃഷ്ടാരമാപ ശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ വരിയിൽ സ്വയംഭുവോ മനുരഥോ, അവിടെ രായ്ക്ക് അകാരം കൊടുക്കണം, അഥ ആണ്. അതുപോലെ മഹീമ സമയേ, അവിടെ മായ്ക്ക് മഹീം അസമയാണ് ആകാരം കൊടുക്കുക. പിന്നെ സൃഷ്ടാരമാപ, അവിടെ ആപ ആണ്, മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഭവദംഘ്രി സേവ ആണ്, ദായ്ക്ക് ഭവദംഘ്രി സേവ ആകാരം കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള. ബാക്കിയൊക്കെ എളുപ്പമുള്ള ശ്ലോകമാണ്. ഹരേ കൃഷ്ണ.